SDPI വോട്ട് CPM-ന്. SDPI വോട്ട് LDF-ന് എന്ന സൂചന നൽകി സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ് BJPക്ക് അല്ലാതെ ആർക്കും വോട്ട് നൽകുമെന്ന്. ഇയാൾക്ക് വേറെന്തോ സുഖേടാണ്. CPM SDPI ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി. നിയമത്തെ LDF-നെ പിന്തുണയ്ക്കുമെന്ന് SDPI സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് ശിവൻകുട്ടി. ദേ നോക്കിക്ക് അപ്പൂപ്പന്റെ നെറ്റിയിൽ കുറി. എന്തൊക്കെ കാണണം കാറൽ മാർക്സ് മുത്തപ്പ. ചന്ദനം നിയമത്തിന് പുറത്തുള്ളവർ കാണും, വേഗം വായിച്ചു കളയും. പരാജയ ഭീതിയിൽ സർവ്വ അടവും പുറത്തെടുത്ത ശിവൻകുട്ടി ഇന്ന് സോഷ്യൽ മീഡിയ. CPM SDPI ബന്ധത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. SDPIയുമായുള്ള CPM-ന്റെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. ചോദ്യങ്ങളിൽ അക്ഷമനായ മുഖ്യമന്ത്രി അക്കാര്യം SDPIക്കാരോട് പോയി ചോദിക്കാൻ പറയുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയെന്നും കുറ്റപ്പെടുത്തി. എന്നാൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് വെക്കുമോ എന്ന കൃത്യമായ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. അതേസമയം ത്രികോണ പോരാട്ടം നടക്കുന്ന നേമം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ V ശിവൻകുട്ടിയെ പിന്തുണയ്ക്കുമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമത്തെ ശിവൻകുട്ടിയാണ് SDPI പിന്തുണച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും UDF-നായിരുന്നു തങ്ങളുടെ പിന്തുണയെന്നും ലത്തീഫ് പറഞ്ഞു. ആര് വോട്ട് നൽകിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് വേണമെന്നും ഒരു വിഭാഗത്തിന്റെ വോട്ട് വേണ്ടെന്ന് വയ്ക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM SDPI ഡീൽ ആരോപണം മുറുകുന്നതിനിടെ വോട്ട് ഇടതുപക്ഷത്തിനെന്ന സൂചന നൽകി SDPI സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ്. ഇടതുപക്ഷം SDPIയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലെന്നും സർക്കാരിന്റെ നയങ്ങളിൽ പൂർണ്ണ എതിർപ്പില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കി. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് നൽകുന്നവരോട് വേണ്ട എന്ന് പറയില്ലെന്ന് നേരത്തെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കിയിരുന്നു. പരാജയ ഭീതിയിൽ സർവ്വ അടവും പുറത്തെടുത്ത നിയമമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടി എന്ന ആക്ഷേപം. നെറ്റിയിൽ കളഭവും ചാർത്തിക്കൊണ്ടുള്ള ശിവൻകുട്ടിയുടെ ന്യൂ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പ് നഷ്ടപ്പെട്ടതോടെയാണോ ശിവൻകുട്ടി വിവിധ അഭ്യാസങ്ങൾ പയറ്റി നോക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ കാണണം എന്റെ കാറൽ മാർക്സ് മുത്തപ്പ. ദേ നോക്കിക്ക് അപ്പൂപ്പന്റെ നെറ്റിയിൽ കുറി. അയ്യോ, നെറ്റിയിൽ ചന്ദനം നിയമത്തിന് പുറത്തുള്ളവർ കാണും, വേഗം വായിച്ചു കളയും. എന്താ സഖാവി നെറ്റിയിൽ ഒരു കളർ? ഹോളി ആഘോഷിച്ചതാകും അല്ലേ? അമ്പലം കണ്ടാൽ വണങ്ങാത്തവർ നെറ്റിയിൽ ചന്ദനം ചാർത്തി. എന്റെ ശബരിമല സ്വാമിയെ എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും പ്രസാദം വാങ്ങുന്ന ശിവൻകുട്ടിയുടെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. പൂജാരിക്ക് ദക്ഷിണ നൽകിയാണ് ശിവൻകുട്ടി പ്രസാദം വാങ്ങുന്നത്. ഇലക്ഷൻ അടുത്തപ്പോൾ കണ്ട മനോഹരമായ കാഴ്ചകളെന്നാണ് സൈബർ ഹാൻഡിലുകൾ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സുകാരിയുടെ ഉത്തരമെന്ന് പറഞ്ഞ CPM അനുകൂല സൈബർ ഹാൻഡിലുകളിൽ പ്രചരിപ്പിച്ച ഫോട്ടോയിലും സോഷ്യൽ മീഡിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്.